ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ആത്യന്തികമായിട്ട് എല്ലാവർക്കും വേണ്ടത് നല്ല സന്തോഷം, മനസ്സിൻ്റെ ശുദ്ധി. മനസ്സ് ശുദ്ധമായിട്ടിരിക്കുമ്പോഴാണ് സന്തോഷം. അശുദ്ധമായാൽ അസ്വസ്ഥത, മനസ്സിന് അശാന്തി. അപ്പം അതിനെന്താ മാർഗം? പല പല മാർഗങ്ങളും ഓരോ യുഗത്തിലെ ഓരോന്നുണ്ട്. അതിൽ വച്ച് വിശേഷമായിട്ട് കലൗ കീരേണ ഭാഷിതം, ശുഗബ്രഹ്മർഷി പാടിയ ഒരു പാട്ടുണ്ട്, അത് കേട്ടാൽ മതി എന്നാ. ഒരു ദിവ്യ ഔഷധമാണെന്ന, രോഗത്തിന് നല്ല മരുന്ന് പോലെ ഈ മനഃശാന്തി വരാനുള്ള നല്ല ഔഷധം. അതാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. അതിൻ്റെ പേര് ശാസ്ത്രം എന്നാണെന്ന. എന്താണ് ശാസ്ത്രം? പ്രവൃത്തിർവാ നിവൃത്തിർവാ നിത്യേന കൃതകേനവാ പുംസാം യേനോപദിശ്യേത തത് ശാസ്ത്രം അഭിധീയതേ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്ന, നേരിട്ട് പറയുന്ന വേദങ്ങളോ വേദസാരങ്ങളായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളോ ഒക്കെ തന്നെ ശാസ്ത്രം. നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെല്ലാം തന്നെ ശാസ്ത്രം എന്നാണ് പറയുന്നത്. ഉപദിശതി ശാസ്തി ഉപദിശതി ഇതി ശാസ്ത്രം. എന്നാൽ എത്രയോ ഔഷധങ്ങളില്ലേ, ഇതിനോട് തുല്യമായിട്ട്, ഭാഗവതത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്നാണ്. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. മനസ്സിന് പരമശാന്തി കിട്ടണമെങ്കിൽ ഭാഗവത ശ്രവണ മനന നിധിധ്യാസനങ്ങൾ പോലെ വേറെ ഒരു മാർഗമില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതമാണ് നമ്മൾ കേൾക്കണം. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം. ഇങ്ങനെയൊക്കെയുള്ളതാണ് ശ്രീമദ് ഭാഗവതം. സ്വാനുഭാവം, തൻ്റേതായിട്ടുള്ള ഒരു പ്രഭാവത്തോട് കൂടിയതാണ് ശ്രീമദ് ഭാഗവതം. മറ്റ് ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വൈശിഷ്ട്യം. അഖിലശ്രുതിസാരം. എന്തെല്ലാം ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കേണ്ടത്, നമ്മൾ കേൾക്കേണ്ടതായിട്ട് ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ സാരസംഗ്രഹമാണ് ശ്രീമദ് ഭാഗവതം. വേറെ ഗ്രന്ഥങ്ങളില്ലേ? ഇല്ല എന്നാണ്. ഏകം ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്നൊക്കെ പറയില്ലേ, അതിലെ ഏകം എടുത്തിരിക്കാം. വേദസാരം തന്നെ, വേദത്തിൽ നിന്ന് പോലും ശബ്ദങ്ങൾ ധാരാളം എടുത്തുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ രചന. ഏകം അധ്യാത്മദീപം അതിതിതീർഷതാന്തമോന്ധം. ഏത് വഴിക്ക് നടക്കണം, എങ്ങനെയായാലാണ് ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നൊന്നറിയാതെ ഇരുട്ടത്ത് ഇങ്ങനെ തപ്പിത്തടയുന്നവർക്ക് ഒരു ദീപമാണ്. ഒരു നല്ല ഇരുട്ടിൽ നടക്കുന്നവർക്ക് നല്ലൊരു വെളിച്ചം കിട്ടിയാൽ എങ്ങനെയാണോ, ഒരു ദീപം കണ്ടാൽ എങ്ങനെയാണോ, അതുപോലെയാണ് ശ്രീമദ് ഭാഗവതം. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപദേശം തന്ന ആള് ശുഗബ്രഹ്മർഷിയാണെന്ന. ഗ്രന്ഥം നിർമ്മിച്ചത് വ്യാസഭഗവാനാണെങ്കിലും വ്യാസഭഗവാൻ നിർമ്മിച്ച രീതിയിലല്ല നമുക്ക് ഗ്രന്ഥം ഇപ്പോൾ കിട്ടുന്നത്. പരീക്ഷിച്ചുക സംവാദ, പരീക്ഷിത്ത് രാജാവും ശുഗബ്രഹ്മർഷിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ്. പരീക്ഷിത്തിൻ്റെ ചോദ്യത്തിന് പറഞ്ഞു കൊടുക്കണം. താൻ കേട്ട് പഠിച്ച് ഗുരുമുഖത്തുനിന്ന് വ്യാസമുഖത്തുനിന്ന് കേട്ട് പഠിച്ച് ഭാഗവതം പരീക്ഷിത്തിൻ്റെയും മഹർഷിമാരുടെയും ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം അത് പ്രസിദ്ധമായിട്ട് തീർന്നത്. വ്യാസം നിർമ്മിച്ചത് വേറൊരു രീതിയിലാണ്. അത് നമുക്ക് പരീക്ഷിച്ചുക സംവാദമായിട്ട് കിട്ടുന്നു. അതിലെല്ലാം ഉണ്ട്. എത്രയോ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, വേദാംഗങ്ങൾ, ശാസ്ത്രങ്ങൾ. ഇതൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും വിഷമിക്കണ്ട. ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞാൽ മതി എന്നാണ്.
അപ്പം എത്രയാ വലിയൊരു അനുഗ്രഹം നമുക്ക് വേദവ്യാസ ഭഗവാൻ തന്നേക്കണത്. ഇത് കേട്ട് കഴിഞ്ഞാൽ വേദം പഠിക്കാൻ കഴിഞ്ഞില്ല എന്നോ, വലിയ വലിയ യാഗങ്ങൾ ചെയ്യാൻ പഠിച്ചില്ല എന്നോ, പൂജകൾ ചെയ്യാൻ അറിയില്ല എന്നോ, മന്ത്രങ്ങളൊന്നും അറിയില്ല, അതൊന്നും വിഷമിക്കണ്ട. ഭാഗവതം കേൾക്കാൻ പഠിക്കുക. കേട്ട് കേട്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് പാടാറാവും. ശ്രവണം കഴിഞ്ഞിട്ടാണല്ലോ കീർത്തനം. ഒരു കുട്ടി സംസാരിക്കാൻ പഠിക്കണ്ടെങ്കിൽ ആദ്യം മറ്റുള്ളവർ പറയുന്നത് കേട്ട് കേട്ട്, അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പം ആദ്യം തന്നെ പാരായണം ചെയ്യണതൊക്കെ കേട്ട് പിന്നീട് സ്വയം പാരായണം ചെയ്ത് നോക്കി. അതും കൊണ്ടായില്ല, പിന്നെ അർത്ഥങ്ങൾ, ഓരോ പദ്യത്തിൽ എന്താണ് താല്പര്യം എന്നൊക്കെ നോക്കി തുടങ്ങുക. അങ്ങനെ അതിൽ ശ്രദ്ധ വരും തോറും നമുക്ക് വേഗം വേഗം എല്ലാം ഗ്രഹിക്കാറാവും. അപ്പം ശ്രീമദ് ഭാഗവതമാണ് പരീക്ഷിച്ചുക സംവാദ രൂപത്തിലാണ് എല്ലാവർക്കും ഇന്ന് വലിയൊരു ദിവ്യ ഔഷധമായിട്ടുള്ളത്. അപ്പം അത് കേൾക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേത്. ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം അത് കേൾക്കാൻ കഴിയും. നമ്മൾ ചെയ്ത സുഹൃതം, നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ചെയ്ത സുഹൃതം കൊണ്ടാണ് ഭാഗവത ശ്രവണം കിട്ടുന്നത്. അപ്പോൾ അറിവുള്ളവരൊന്നും അത് കിട്ടിയാൽ പാഴാക്കില്ല. അപ്പോൾ എത്രയോ ഭാഗ്യം കൊണ്ടാണ് ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിലിരുന്ന് ഇത് കേൾക്കാൻ കഴിയുന്നത്. ശാസ്ത്രശ്രവണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നു. ഒരു നല്ലൊരു വൈദ്യൻ രോഗിക്ക് പറഞ്ഞു കൊടുക്കില്ലേ, ഇന്നന്ന ഔഷധങ്ങൾ ഇന്നന്ന സമയത്ത് ഇന്ന മാത്രയിൽ സേവിക്കുക, ഇന്നന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇതാണ് ഈ ധർമാധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ വൈദ്യൻ രോഗിക്ക് വേണ്ട പോലെ ഉപദേശിക്കുന്നു. അത് വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലോ രോഗിയുടെ രോഗമെല്ലാം മാറി ആരോഗ്യം തിരിച്ചു കിട്ടും. ഇതുപോലെ ഋഷിമാർ പറഞ്ഞു തരുന്ന ഗ്രന്ഥം വേണ്ട പോലെ കേട്ട് പഠിച്ചത് ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെയും താപത്രയോന്മൂലനം. ഭാഗവതത്തിൽ അതല്ലേ ആദ്യം പറഞ്ഞത്, ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമാഃ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ഈ ഭാഗവതത്തിലെ ഇതാണ് സജ്ജനങ്ങൾ അനുഷ്ഠിച്ച് കാണിച്ചു തന്നു. അവർ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാ, ഇന്ന ചെയ്തോളൂ, നിങ്ങൾക്ക് ഇന്ന അനുഭവം വരുമെന്ന്. അങ്ങനെയുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അറിയേണ്ടതെല്ലാം ഉണ്ട്. മറ്റ് ഗ്രന്ഥങ്ങളില്ലേ, നിങ്ങൾ അതൊക്കെ നോക്കാൻ നടന്നാൽ ആയുസ് തീരുന്നല്ലാതെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. വലിയ വലിയ ഗ്രന്ഥങ്ങളാണ്. 1.25 ലക്ഷം ശ്ലോകം മഹാഭാരതത്തിൽ. ആര് വായിക്കും 1.25 ലക്ഷം? ആ മഹാഭാരതത്തിലെ ശ്ലോകങ്ങളിൽ ഒരു 18 അധ്യായം, അതാണ് ഭഗവത്ഗീത. 700 ശ്ലോകമേ ഉള്ളൂ. അതുപോലും ആൾക്കാർ, പഠിക്കാത്ത ആൾക്കാർ ധാരാളം ഉണ്ടാവും. 18 അധ്യായങ്ങൾ 700 ശ്ലോകം പഠിക്കാത്ത ആളാണോ 1.25 ലക്ഷം ശ്ലോകം പഠിക്കുന്നത്? അതുപോലെ മറ്റൊരധ്യായമാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ. അതുപോലും ജപിക്കാത്ത ആളുകളുണ്ട്. എത്രയോ സമയം വെറുതെ കളയണം. അതുകൊണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും അന്വേഷിച്ച് പോകാൻ നോക്കണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും മറുകര കാണാൻ പറ്റില്ല. മഹാഭാരതത്തിൻ്റെ താഴെ നിൽക്കുന്നു 81,000 ചില്ലാനം ശ്ലോകമുള്ള സ്കന്ദപുരാണം, 55,000 ശ്ലോകമുള്ള പത്മപുരാണം. ഇങ്ങനെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ. അപ്പം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ ആത്യന്തികമായിട്ട് ഭക്തി ഉണ്ടാവലാണല്ലോ, മനസ്സിൻ്റെ ശുദ്ധി നേടൽ. അത് ഈ ശ്രീമദ് ഭാഗവത ശാസ്ത്ര ശ്രവണം കൊണ്ട് കിട്ടും. കിട്ടിയ അവസരം പാഴാക്കരുത്.
ഇതാണ് ആദ്യമായിട്ടത് പറഞ്ഞ ഭാഗവതത്തിൽ. പിന്നെ പല പ്രകരണങ്ങളും 100 പ്രകരണങ്ങളുണ്ട്, 100 സന്ദർഭങ്ങളുണ്ട് ഈ ഭാഗവതത്തിൽ. അതിനെ വച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് 100 ദശകമാക്കിയതെന്നാണ് നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തിൽ അത് പറയുന്നു. വെറുതെ ഒരു 100 നിർത്തി അങ്ങനെയല്ല. വേണി 100 കൂടുതലാവാം, വേണി കുറയാം, അതൊന്നല്ല, 100 ആവാം. കാരണം 100 പ്രകരണമാണ്. ശതവിച്ഛിത്യ സംയുതാഹ. ഗരുഡപുരാണത്തിൽ ഇതിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ ഭാഗവത്തിൻ്റെ മാഹാത്മ്യം ഗരുഡപുരാണവും പറയും. അപ്പോൾ പറയും ബ്രഹ്മസൂത്രത്തിൻ്റെ മുഴുവൻ ഒരു വ്യാഖ്യാനമാണല്ലോ എന്ന്. ബ്രഹ്മസൂത്രം മുഴുവൻ വേണ്ട പോലെ പഠിച്ച ആൾക്ക് ഭാഗവതം നോക്കുമ്പോൾ ഈ അഭിപ്രായം ഉണ്ടാവും. ആ ഒരു സാരം തന്നെയാണ്, വേദസാരമാണ് കഥകളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരണേന്ന്. പിന്നെ പറയണു ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു വിപുല വ്യാഖ്യാനമാണല്ലോ ഭാഗവതം. ഗായത്രി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം പഠിച്ചവർ ഭാഗവതം നോക്കുമ്പോൾ അവർക്ക് അത് ബോധ്യം വരും, ഇതാണ് ഇതിൻ്റെ സാരം തന്നെയാണല്ലോ. ഇങ്ങനെ ഓരോന്നും ഭഗവത്ഗീത പഠിച്ച ആളുകൾ ഗീതാസാരം, അതിൻ്റെ സാരമാണ് ഭാഗവതം എന്ന് പറയുന്നു സ്കന്ദപുരാണം. ഭഗവത്ഗീത പഠിച്ച ആളുകൾക്ക് അതിൻ്റെ വേണ്ട പോലെ അർത്ഥം ഗ്രഹിച്ചവർക്ക് ഭാഗവതം വായിക്കുമ്പോൾ ഇത് ഒന്ന് തന്നെയാണല്ലോ പറയണത്, പറയണ രീതിക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് അപ്പോൾ അവർക്ക് ബോധ്യം വരും. ഇതൊക്കെ അപ്പം എല്ലാം ഇതിൽ ഈ ഭാഗവതത്തിൽ, ഭാഗവതമാകുന്ന ശാസ്ത്രത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുക. അതാണ് ശ്രീമദ് ഭാഗവതം. 100 പ്രകരണങ്ങളിലാണത്. ഇപ്പോൾ പൃഥു ചക്രവർത്തിയുടെ ചരിത്രം അതൊരു പ്രകരണം, പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞാൽ അതൊരു പ്രകരണം, ധ്രുവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രകരണം. ഇങ്ങനെ ഓരോ പ്രകരണങ്ങളായിട്ട്, ഓരോ സന്ദർഭങ്ങളായിട്ട് നോക്കുമ്പോൾ 100 പ്രകരണങ്ങളാണ്. അവിടെയാണ് ശതവിച്ഛേദ സംയുതാഹ, 100 പ്രകരണങ്ങളാണെന്ന് സ്കന്ദപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അത് വെച്ചുകൊണ്ടാണ് ഭാഗവതത്തെ സംഗ്രഹിക്കുമ്പോൾ അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. നാരായണീയം വേണ്ട പോലെ എന്തൊക്കെ ഉദ്ദേശിച്ചാണ്, എന്തെല്ലാം ഉള്ളിൽ വെച്ചാണ് ആ വിശിഷ്ട ഗ്രന്ഥം നിർമ്മിച്ചതെന്ന് അറിയണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട്. ശ്ലോകാർത്ഥം ഒക്കെ എളുപ്പത്തിൽ കുറേയൊക്കെ മനസ്സിലാവുമെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഭാഗവതത്തിൻ്റെ സാരം എല്ലാം അതിലുണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ദശകം കഴിഞ്ഞപ്പോൾ 1-ാം സ്കന്ധം ഭാഗവതം സംഗ്രഹിച്ചിരിക്കുക. 4 മുതൽ 7 കഴിയുന്നവരെയാണ് 2-ാം സ്കന്ധം. അപ്പോൾ ആദ്യത്തെ 3 ദശകം കൊണ്ടാണ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധ സംഗ്രഹം. എന്നാൽ ഈ ഭാഗവതത്തിൽ പറഞ്ഞ ആ കഥകളൊന്നും കണ്ടില്ലല്ലോ നാരായണീയത്തിൽ. പിന്നെ എങ്ങനെയാണ് സംഗ്രഹമാവണേ? കഥ സംഗ്രഹിക്കൽ മാത്രമല്ല, എന്താണോ ഭാഗവതത്തിൻ്റെ ആ സന്ദേശം അത് സ്വീകരിക്കും. ആ സന്ദേശം എന്താണോ അതെടുക്കും. ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൻ്റെ 19 അധ്യായങ്ങളിലായി 810 ശ്ലോകങ്ങൾ. എന്താ അതിൻ്റെ സാരം? ഒരു മനുഷ്യജന്മം കിട്ടിയാൽ നല്ലൊരു ഗുരുവിനെ ആശ്രയിച്ച് അറിയേണ്ടതൊക്കെ അറിയണം. വക്താവിൻ്റെ, ശ്രോതാവിൻ്റെ ലക്ഷണം പറയാനാണ് 1-ാമത്തെ സ്കന്ധം. ശ്രോതാവിന് എത്ര ശ്രദ്ധ വേണമെന്ന് കാണിക്കാൻ പരീക്ഷിത്തിൻ്റെ അത്ഭുതചരിത്രം. അതിനായിട്ട് ഒരു ശാപം കിട്ടിയെന്നൊക്കെ പറയും. മരണത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് മനുഷ്യന് വിരക്തി വരിക എന്നാണ്. ആഘാതം നീയമാനസ്യ വധ്യസ്യേവ നതുഷ്ഠിതഃ. മറ്റൊന്നും ഒന്നുകൊണ്ടും ആർക്കും വിരക്തി വരില്ല. മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നല്ല വിരക്തി വരും, വിഷയത്തിലൊന്നും ആസക്തി ഉണ്ടാവില്ല എന്നാണ്. അതിനൊരു ഉദാഹരണമാണ് ഏകാദശ സ്കന്ധം വർണ്ണിക്കുമ്പോൾ ആഘാതം നീയമാനസ്യ വധ്യസ്യേവ നതുഷ്ഠിതഃ. ഒരാൾ എന്തോ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു, രാജാവ് വധശിക്ഷ തന്നെ വിധിച്ചു. ആൾക്കാർ കൊണ്ടുപോകാനായിട്ട് വധസ്ഥലത്തേക്ക് ആളെ കൊണ്ടുപോവുക. ഇത് കേട്ടറിഞ്ഞ് ചില ആൾക്കാർ അവിടെ വന്നു. ഈ ആളുടെ സുഹൃത്തുക്കളൊക്കെ, ഇങ്ങനൊരു വലിയ വിഷമം അങ്ങയ്ക്ക് പറ്റി, ഏതായാലും അങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് വന്നിരിക്കുക.
ഇതാ നല്ല ഭക്ഷണ പദാർത്ഥം, ഇത് കുറച്ച് കഴിച്ചിട്ട് മതി ആ മരണസ്ഥലത്തേക്ക് പോവുക. കഴുത്ത് വെട്ടുന്നതിന് മുമ്പായിട്ട് ഇത് കഴിച്ചോളാൻ പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ കഴുത്ത് വെട്ടെന്നറിഞ്ഞാൽ പിന്നെ എന്ത് ഭക്ഷണം, അതിന് വല്ല രുചിയുണ്ടോ? പിന്നെ ഇതാ രാജാവിൻ്റെ നല്ലൊരു കിരീടം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊരല്പസമയം തലയിൽ വയ്ക്കാം. വല്ല താല്പര്യമുണ്ടോ? നല്ല കുറിക്കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ ശരീരത്തിലൊക്കെ ഒന്ന് പൂശിക്കോളൂ. അതും വേണ്ട, എന്ത് ചോദിച്ചാലും വേണ്ട. മറ്റൊന്നിലും താല്പര്യമില്ലാതായി, അത്ര ഏകാഗ്രത. അതുപോലെ അതാണ് ശാപം കിട്ടിയെന്ന് പറഞ്ഞ കഥയുടെ താല്പര്യം. അല്ലാണ്ട് ഒരു മുനി ശപിച്ചു എന്നോ ഇതൊന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിക്കുക ശുഗബ്രഹ്മർഷിയുടെ അടുക്ക്? എനിക്കിങ്ങനൊരു ശാപം കിട്ടി, ഇതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം പറഞ്ഞു തരണം. ഇതാണല്ലോ ചോദിക്കുക, അതൊന്നല്ല ചോദിച്ചത്. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ യശ്രോതവ്യമഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. ഒരു മനുഷ്യൻ എന്തൊക്കെ കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്തൊക്കെ ചെയ്യണം, ഇതാ ചോദിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാം നല്ലൊരു ഗുരുവിനെ ശരണം പ്രാപിക്കണം, മറ്റ് വിഷയാസക്തി എല്ലാം ഉപേക്ഷിച്ച് എന്ന് കാണിക്കുക. അതിനു വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞത്. അപ്പം കഥയുടെ സന്ദേശം ഇതാണെന്ന് എങ്ങനെ അറിയാം? എവിടെ വച്ചാ ശാപം കിട്ടണത്? ശമീക മഹർഷി അവമാനിച്ചത് കൗശികി നദിയുടെ തീരത്ത് വച്ച. നല്ലൊരു നദി തെളിഞ്ഞ വെള്ളത്തോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുക്ക് നിൽക്കുന്ന ഒരാൾ വെള്ളം അന്വേഷിച്ചിങ്ങനെ പോയി ഒരാശ്രമത്തിൽ ചെന്ന് കയറി വെള്ളം ചോദിച്ച് കിട്ടാതെ ആളെ അപമാനിച്ച് ശാപം വരുത്തിയിരിക്കുമോ? കൗശികി നദിയുടെ തീരത്താണ് നടക്കണേ. അതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയുണ്ട്? വാച്യാർത്ഥം യോജിക്കാതെ വരുമ്പോൾ എന്തോ ഒരു വിശേഷം അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാണ് ശരിയായിട്ടുള്ള അർത്ഥം കണ്ടുപിടിക്കുക. അങ്ങനെയാണ് എല്ലാ കാര്യവും പറയാം. അങ്ങനെ പറയുമ്പോഴേ വേണ്ട പോലെ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഭാഗവതത്തിലും എല്ലാ ഗ്രന്ഥത്തിലും സജ്ജനങ്ങളുടെ വാക്കുകളിലും ഉള്ളൂ അങ്ങനെയാണ്. വാച്യാർത്ഥത്തിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല, അതിന് വേറെ ചില അർത്ഥങ്ങൾ ഉണ്ടാവും, അത് ഉദ്ദേശിച്ചാവും പറയാം. പരീക്ഷിത്ത് എവിടെയായിരുന്നു ഇരുന്നത്? ഉപാവിശൽ പ്രായം അമർത്യ നദ്യാം. ഗംഗാനദിയിലിരുന്നു എന്നാ പറഞ്ഞേ. ഉപാവിശൽ പ്രായം അമർത്യ നദ്യം. വളരെ വേഗത്തിൽ ശക്തിയായിട്ട് ഒഴുകുന്ന ഗംഗാനദിയിൽ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അപ്പം എന്താ താല്പര്യം? ഗംഗാനദിയുടെ തീരത്തെന്ന അടുത്തെന്ന് മാത്രം പറഞ്ഞാലോ? എന്നാൽ അടുത്തെന്ന് പറഞ്ഞാൽ പോരേന്നാണെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പറയുമ്പോൾ ഓരോ രീതിയിലാണ്. ഗംഗാതീരത്തെന്ന് പറഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ ഗംഗാനദിയിൽ നിന്ന് ഒരു നാഴിക അകലെയാവും. വേറൊരാൾ ചോദിച്ചാൽ പറയാം എവിടെയാ? ഗംഗാതീരത്ത്. 2 നാഴിക പോകണം ആളുടെ അടുക്കലേക്ക്. ഇങ്ങനെ ചിലർ 10 നാഴിക അകലെയാണെങ്കിലും ഗംഗയുടെ തീരത്ത് എന്ന് പറയും. അപ്പം അതിന് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും ഗംഗാനദിയുടെ അടുത്തിരിക്കാൻ പറ്റുമോ അത്ര അടുത്തെന്ന് കാണിക്കണമെങ്കിൽ ഈ ഒരൊറ്റ വാക്കേ പറ്റുള്ളൂ. ഉപാവിശൽ പ്രായം അമർത്യ നദ്യം. ഇതിൻ്റെ ലക്ഷണ എന്നൊക്കെ പറയും ശാസ്ത്രത്തിൽ, പലതരത്തിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരാൾക്ക് വിരക്തി വന്നു, അവിടെ ചെന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും വിരക്തി ഒന്നും എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം പറഞ്ഞാലും കാര്യം മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം കഥാരൂപത്തിൽ. കഥ എന്ന് പറഞ്ഞാൽ എന്ത്? ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയണതല്ല കഥ. കഥ നാമ ശാസ്ത്ര ചർച്ച. നിർവചനം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾ കഥ കേൾക്കണമെന്ന് പറഞ്ഞാലോ ശാസ്ത്ര ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നർത്ഥം. മഹാത്മാക്കളുടെ വലിയ ചർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കഥാനാമ ശാസ്ത്ര ചർച്ച. ആ ശാസ്ത്ര ചർച്ച 3 തരത്തിലുണ്ട്. സാത്വികം, രാജസം, താമസം. അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്. സംവാദകഥ, ജൽപ്പകഥ, വിതണ്ടാകഥ എന്ന് 3 തരത്തിൽ. ഇത് സംവാദകഥയാണ്. പരീക്ഷിച്ചുക സംവാദം, വിതുര മൈത്രേയ സംവാദം ഒക്കെ
സംവാദ കഥ എന്നർത്ഥം. സംവാദ രൂപത്തിലുള്ള ശാസ്ത്ര ചർച്ച. അത് സാത്വികമായിട്ടിരിക്കും. അത് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ്. ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണമാവുമ്പോഴോ അതിൽ യാതൊരു അപാകത ഉണ്ടാവില്ല. അത് നല്ല ശുദ്ധമായിട്ടിരിക്കും. ശിഷ്യന്മാർക്ക് എന്താ ആഗ്രഹം? അവരുടെ സംശയം തീരണം. അതിന് വലിയ അറിവുള്ള ഒരു ഗുരുവിൻ്റെ അടുക്ക ചോദിക്കുന്നു ശ്രദ്ധാഭക്തിയോടുകൂടി. പഠിപ്പിക്കുന്ന ഗുരുവിന് എന്താ താല്പര്യം? എന്താവും എപ്പോഴും വിചാരം? തൻ്റെ അടുക്ക വന്ന ശിഷ്യന്മാർക്ക് നല്ല അറിവുണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് നല്ല നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ശിഷ്യന്മാർ പഠിക്കാനിരിക്കുമ്പോൾ ഇവരെപ്പോഴും ചിന്തകൾ ഓരോ ശാസ്ത്രങ്ങളായിട്ടിരിക്കും. എപ്പോഴും ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ശ്രദ്ധ ഗുരുക്കന്മാർക്ക്. എന്താ? അവരെന്ത് ചോദിച്ചാലും അതിന് മറുപടി പറഞ്ഞു കൊടുക്കണം, ആ സംശയം തീർത്തു കൊടുക്കണമെന്ന് മാത്രം ഗുരുവിൻ്റെ വിചാരം. ശിഷ്യന്മാർക്ക് ശാസ്ത്രം ഗ്രഹിക്കണം, എല്ലാ സംശയവും തീരുന്നു മാത്രം. ഇതിനാണ് സംവാദ കഥ, സാത്വികമായിട്ടുള്ള കഥ. ജൽപ്പകഥ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വലിയ സഭയിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പപ്പം തോന്നിയ യുക്തികളൊക്കെ പറഞ്ഞുകൊണ്ട് നേടുന്നതാണ്. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. വിതണ്ടാകഥ എന്ന് പറഞ്ഞാൽ കുറേയും കൂടിയും മോശമായിട്ടുള്ളത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ നിഷേധിക്കുക, ഇങ്ങനെയല്ല എന്ന് പറയാം, പിന്നെ എങ്ങനെയാണെന്ന് പറയില്ല. അങ്ങനെയുള്ള ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അറിവുള്ളവരൊന്നും അതിനെ അത്ര സ്വീകരിക്കാറില്ല. അതൊക്കെ ഉണ്ട്, ഗ്രന്ഥം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സംവാദ കഥയാണ്. പരീക്ഷിച്ചുക സംവാദം, സൂതശൗനക സംവാദം. കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കാര്യങ്ങൾ അറിയണം എന്ന് മാത്രം വിചാരം. അതുകൊണ്ടാണ് സംവാദകഥ. ആ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കഥ പറയാന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ശാസ്ത്ര ചർച്ചയാണ്. ഭാഗവതം കേൾക്കാന്ന് പറഞ്ഞാലോ എന്താ? ഭാഗവതത്തിൽ തൽകഥാസു തു വേദാർത്ഥാഃ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദത്തിൻ്റെ താല്പര്യമാണെന്ന്. തൽകഥാസു തു വേദാർത്ഥാഃ ശ്ലോകേ ശ്ലോകേ പദേ പദേ. അങ്ങനെയുള്ള ഭാഗവതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1, 2 സ്കന്ധങ്ങൾ ഭാഗവതത്തിൻ്റെ ഒരു ആമുഖം. വക്താവിൻ്റെ ശ്രോതാവിൻ്റെ ഒക്കെ ലക്ഷണം പറഞ്ഞു. അങ്ങനെ ജിജ്ഞാസുവായിട്ടൊരു ശിഷ്യൻ ചോദിച്ചാൽ എങ്ങനെ ഗുരുനാഥൻ അതിന് ഉത്തരം പറയണം എന്ന് കാണിക്കാൻ 391 ശ്ലോകങ്ങളും 10 അധ്യായങ്ങളുള്ള 2ാമത്തെ സ്കന്ധം അതിനുള്ളതാണ്. എല്ലാം അത് കഴിഞ്ഞപ്പോഴാണ് 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഭാഗവതം ഉപദേശിക്കുന്നത്. 3ാം സ്കന്ധം മുതൽ 12 കഴിയുന്നവരെയുള്ള ഭാഗവതം. 10 സ്കന്ധങ്ങളാണ് ഭാഗവതമാകുന്ന ശാസ്ത്രം. പക്ഷെ ആ ശാസ്ത്രം നേരിട്ട് പഠിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചില ഒരുക്കങ്ങളൊക്കെ വേണം. എങ്ങനെ വേണം? നമ്മൾ തയ്യാറെടുപ്പ്. അതാണ് 1ഉം 2ഉം സ്കന്ധങ്ങളിൽ. അങ്ങനെ പലതും പറഞ്ഞു വന്ന് 6ാം സ്കന്ധം പോഷണം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാരായണ കവചത്തെ ആണല്ലോ ഇപ്പോൾ അവിടെ അനുസ്മരിച്ചത്. അതിൻ്റെ തുടർച്ചയിലെത്താനായിട്ട് പറഞ്ഞു. പോഷണമാണ് 6ാം സ്കന്ധത്തിൽ. 19 അധ്യായങ്ങളിൽ ആയിട്ട് വർണ്ണിക്കുക. 810 ശ്ലോകങ്ങളിലായിട്ട് 851 ശ്ലോകങ്ങളിലായിട്ട് 19 അധ്യായം. ആദ്യം നാമമഹിമേൻ, അജാമിള ചരിത്രവും, പിന്നെ ദക്ഷപുത്രന്മാരുടെ തപസ്സും ഈ സൃഷ്ടിയെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് പുത്രിമാരുടെയൊക്കെ ചരിത്രം പറഞ്ഞപ്പോഴാണ്, ദക്ഷപുത്രിമാരുടെ ചരിത്രം പറഞ്ഞപ്പോഴാണ് കശ്യപൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിന് ദിതി മുതലായിട്ടുള്ള പത്നിമാർ അദിതിയുടെ വംശം വർണ്ണിച്ചു വന്നപ്പോൾ അവസാനം ത്വഷ്ടാവിൻ്റെ ചരിത്രം പറഞ്ഞു. ത്വഷ്ടാ പൂഷ മുതലായിട്ടുള്ള ആളാണല്ലോ 12 ആദിത്യന്മാർ. അതിൽ ത്വഷ്ടാവ് രചനയെ വിവാഹം കഴിച്ചു. അതിൽ 2 പുത്രന്മാരുണ്ടായി, വിശ്വരൂപൻ, സന്നിവേശൻ. 2 ആളും ഒരേപോലെ യോഗ്യന്മാർ. അപ്പം പിന്നെ ഒരാളുടെ ചരിത്രം പറഞ്ഞാൽ മതി, ഇതുപോലെയാണ് മറ്റേ പറഞ്ഞാൽ മതി. അപ്പം അതിന് ഒരു ഉദാഹരണമായിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഈ വിശ്വരൂപൻ എത്രയും യോഗ്യതയുണ്ടെന്നല്ലേ.
ദേവന്മാർ ഗുരുവായിട്ട് സ്വീകരിച്ചു, ബൃഹസ്പതിക്ക് പകരം എന്ന് പറഞ്ഞാണ് 6ാധ്യായം നിർത്തിയത്. അപ്പോൾ സംശയം തീരല്ലാണ്ടായത്. ജിജ്ഞാസു കാരണം പരീക്ഷിത്ത മഹർഷിമാരും ചോദിച്ചു, എന്തിനാ ബൃഹസ്പതിയെ ഉപേക്ഷിച്ച് വേറൊരാളെ സ്വീകരിച്ച്? അസുരന്മാർക്കാണെങ്കിൽ ശുക്രമഹർഷിയുണ്ട്, ദേവന്മാർക്ക് ബൃഹസ്പതിയുണ്ട്, മൃതസഞ്ജീവനി മുതലായിട്ടുള്ള എല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ എന്തിനാ പുതിയ ഗുരുവിനെ സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ബൃഹസ്പതി ഉപേക്ഷിച്ചു പോയി അപ്പോഴാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും സംശയമായി, ഇത്ര ശിഷ്യവാത്സല്യമുള്ള ബൃഹസ്പതി എന്തിനാണ്, എന്താ കാരണം ശിഷ്യന്മാരെ ഉപേക്ഷിച്ചു പോകാൻ? അപ്പം ശിഷ്യന്മാർ ഗുരുവിന് സഹിക്കാൻ കഴിയാത്ത അത്ര എന്തെങ്കിലും വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ടാവും. എന്താ അപരാധ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഭാഗമാണ് പിന്നെ ഒരു 7 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചു വരും. ദേവാസുരന്മാർ തമ്മിൽ വലിയ യുദ്ധം നടന്ന് ദേവന്മാർക്ക് വലിയ വിജയം കിട്ടിയെന്നാണ്. വെറുതെ അവരും എടുക്കൊണ്ടല്ല, ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. വിജയമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുരുവിനെ മറന്നു. സഭയിലിരിക്കുകയാണ്, എൻ്റെ കേമത്വം കൊണ്ടാണ്, ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ, അസ്മാകമേവ അയം വിജയ, അസ്മാകമേവ അയം വിജയ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. ഈ അഹങ്കാരം നാശത്തിന് കാരണമാവും. അഹങ്കാരോ വിനാശായ ഭവേദേവ മുനേരപി എന്നാണ്. ഈ അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ അത് മുനിമാർക്കാണെങ്കിൽ പോലും അത് നാശത്തിന് കാരണമാവുന്ന. അപ്പം തൻ്റെ ശിഷ്യന്മാർക്ക് ഈ അഹങ്കാരം വന്ന് നശിക്കരുതെന്ന് വിചാരിച്ച് വേണ്ട ഉപദേശം കൊടുക്കാനായിട്ട് ബൃഹസ്പതി ഗുരുനാഥൻ ആ വലിയ സഭയിലേക്ക് ചെല്ലുക. അപ്പം ഇന്ദ്രൻ വലിയ സ്ഥാനത്തിരിക്കുന്നു, മറ്റു ആൾക്കാരൊക്കെ അത് ആ സ്ഥാനത്തിരുന്ന് ഇന്ദ്രനൊക്കെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടാണ്. അപ്പോഴാണ് ബൃഹസ്പതി വരണത്. ഇന്ദ്രൻ അവിടെ തന്നെ ഇരുന്നേ ഉള്ളൂ. ഇന്ദ്രൻ എന്താ ചിന്തിച്ചത്? താൻ ഇത്ര വലിയ സ്ഥാനത്തല്ലേ, വലിയ ഉയർന്ന സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്, ഈ വൃദ്ധനായിട്ടുള്ള ഒരാൾ കയറി വരുമ്പോൾ താൻ എഴുന്നേറ്റ് നിന്നാൽ താൻ ചെറിയ ആളാവും, ഈ ആളാവില്ലേ വലിയ ആളാവുക എന്നൊരു ചിന്ത. അവിടെ തന്നെ ഇരുന്നു. ഗുരുവിനെ എപ്പോൾ കണ്ടാലും ആദരിക്കണം. ഇന്ദ്രൻ ആ സമയത്ത് ബൃഹസ്പതിയെ കണ്ട് ഒന്ന് വന്ദിച്ചിട്ടാണ് അവിടെ കയറി ഇരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ദ്രനെ പ്രത്യേകമായിട്ട് ആൾക്കാർ കൂടുതൽ ബഹുമാനിക്കും. കാരണം അവരെന്താ പറയുക, ഇത്ര വലിയ സ്ഥാനത്തിരുന്നേറുന്ന ആളല്ലേ, പക്ഷേ ഗുരുവിനെ കണ്ടപ്പോഴേക്കും ഇതാ എഴുന്നേറ്റ് വന്ദിച്ചില്ലേ, ഇത്ര വലിയ ആളാണല്ലേ നമ്മുടെ രാജാവെന്ന് പറഞ്ഞ് ഇന്ദ്രനെ കൂടുതലായിട്ട് പൂജിക്കുക ചെയ്യുക. അതറി വിവേകം നഷ്ടപ്പെട്ട് അവിടെ തന്നെ ഇരുന്നപ്പോഴോ ബൃഹസ്പതിക്കും വലിയ വിഷമായി. ഇത്രയും അഹങ്കരിച്ച് ഇവർ അധപ്പതിക്കാൻ പോകണമല്ലോ, ഇവർ അധപ്പതനം കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച് യോഗശക്തി കൊണ്ട് അവിടെ മറഞ്ഞു. ഗുരുനാഥൻ ഉപേക്ഷിച്ച് പോയി ഇതറിഞ്ഞു ശുക്രമഹർഷി. ഇപ്പം ചെന്നോളൂ, എളുപ്പത്തിൽ അവരെ തോൽപ്പിക്കാൻ പറ്റും. ഗുരുനാഥൻ ഉപേക്ഷിച്ച് പോയ സമയമാണ്. അങ്ങനെ ഒന്നിച്ചാക്രമിക്കാനായിട്ട് വന്നു. ഉടനെ ബ്രഹ്മാവിൻ്റെ അടുക്ക ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ എന്ത് വിവേകം ഇല്ലാണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ഗുരുനാഥനെ എപ്പോൾ കണ്ടാലും ആദരിക്കണ്ടേ, എവിടെ സ്ഥാനത്തിരുന്നാലും നിങ്ങൾ വലിയൊരു അപരാധ ചെയ്ത്. ഗുരുനാഥനെ കണ്ടുപിടിച്ച് പാദത്തിൽ നമസ്കരിച്ച് സമസ്താപരാധം പറഞ്ഞ് സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞു. അന്വേഷിച്ച് നടന്നു, ഒന്നും കണ്ടില്ല. ഗുരുനാഥൻ വരുന്നത് വരെ, ഗുരുനാഥൻ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗതി കിട്ടില്ല. അതുകൊണ്ട് ഗുരുനാഥൻ തിരിച്ചു വരുന്നത് വരെ പുതിയൊരു ഗുരുവിനെ സ്വീകരിച്ചോളാൻ പറഞ്ഞു. ആരെയാ വേണ്ടത്? ഇന്നൊരൊറ്റ ആളേ ഉള്ളൂ, ബൃഹസ്പതിക്ക് തുല്യനായിട്ട് അത്രയും തപസ്വിയും അത്രയും മന്ത്രങ്ങളും അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. വിശ്വരൂപൻ്റെ ചെന്നോളാൻ പറഞ്ഞു. ഗുരുനാഥനായിട്ട് വരാൻ പറഞ്ഞാൽ അദ്ദേഹം വരില്ല. ചിലപ്പോൾ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പാദത്തിൽ നമസ്കരിച്ച് വരണേന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ വരും. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വിശ്വരൂപൻ ഗുരുവായിട്ട് വന്നാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നന്മകളുണ്ടാവും. ഹോമാദികളൊക്കെ നടത്തുമ്പോൾ അസുരന്മാർക്കും ചിലപ്പോൾ ഭാഗം കൊടുക്കും. അമ്മാവന്മാർക്ക്, അമ്മയുടെ സഹോദരന്മാർക്കൊക്കെ അസുരന്മാരാണ്, അവർക്കും കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിഷമവും വരില്ല, അവർക്ക് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സഹിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ. യതി ക്ഷമിഷ്യധ്വം ഉദാസ്യ കർമ്മ, അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നോളാം പറഞ്ഞു. അയ്യോ ഞങ്ങളെല്ലാം സഹിച്ചോളാം. ചെന്നു പാദത്തിലൊക്കെ നമസ്കരിച്ച് കരഞ്ഞ് ഞങ്ങളുടെ പുരോഹിതനായിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, നിങ്ങൾ വലിയ ആൾക്കാരല്ലേ, ഞാൻ നിങ്ങളെയല്ലേ നമസ്കരിക്കേണ്ടത്? അതൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് അങ്ങക്ക് തപസ് കൂടും, ജ്ഞാനവൃദ്ധനാണ് അങ്ങ്. ജ്ഞാനവൃദ്ധനാണെങ്കിൽ ആർക്കും നമസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മഹാത്മാക്കൾക്കൊരു സ്വഭാവമുണ്ട്. അവരെടുക്ക കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരുടെ മനസ്സ് അലിയും. ശരി, വരാമെന്ന് പറഞ്ഞ് വന്നു. ഒരു ദിവ്യമായ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്ന്. അതാണ് നമ്മൾ ഇതേവരെ കേട്ടത്, നാരായണ കവചം. അതിൻ്റെ ശക്തി കൊണ്ട് അസുരന്മാരെയൊക്കെ എളുപ്പത്തിൽ ജയിച്ചു, വിജയം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങ് സർവജ്ഞനായിട്ടുള്ള ആളല്ലേ, ഞങ്ങൾക്ക് പറഞ്ഞൊരു അംഗന്യാസ കരന്യാസങ്ങളോട് കൂടി ആ മന്ത്രം ജപിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നാരായണ കവചം അവിടെ ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ ശക്തി കൊണ്ട് വീണ്ടും വലിയ വിജയമൊക്കെ അവർക്കുണ്ടായി, അതൊക്കെ കിട്ടി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സർവ്വ ഐശ്വര്യങ്ങൾക്കും അവർക്കുണ്ടായി, ആ വിശ്വരൂപൻ്റെ അനുഗ്രഹം കൊണ്ടെന്നാണ്. ചില ആളുകൾ ഉപകാരസ്മരണയില്ലാത്ത ആളുണ്ട്. ഒരു ഉപകാരം ചെയ്താൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം, പ്രത്യുപകാരം ചെയ്യണം. അതുകൊണ്ട് ചില ആളുകൾ അങ്ങനല്ല, എന്തോ ഉപകാരം ചെയ്താലും അവരെ കൂടുതൽ ഉപദ്രവിക്കുക എന്നല്ലാതെ ഒന്നും പ്രത്യുപകാരമൊന്നും അവർ ചെയ്യില്ല. അങ്ങനെ ദുഷ്ടന്മാരുണ്ട്. അത് കാണിക്കാനാണ് ഇന്ദ്രനെയൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആൾക്കാർ ഇന്ദ്രലോകം കിട്ടും, അവിടെ സ്വർഗം കിട്ടും, അവിടെ സുഖാന്നല്ലേ വിചാരിക്കുന്നത്. ക്ഷുദ്രന്തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. ഉത്തമമായ മനുഷ്യന്മം കിട്ടിയിട്ട് ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത്തന്വാ വാച ധിയാ വാ ഭജതി ബതജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമഃ. വിശ്വസിച്ച് വേദത്തിൻ്റെ വാക്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. അർത്ഥവാദങ്ങളുണ്ടാവും. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും ചില വാക്യങ്ങൾ. അതിന് അർത്ഥവാദം എന്നാണ് പറയാം. അർത്ഥവാദം ശരിക്കുള്ളതാണെന്ന് വിചാരിച്ച് ആൾക്കാർ അതൊക്കെ ചെയ്യും. സ്വർഗം അവിടെ കിട്ടും എന്നൊക്കെ പറയണു. എന്തിനു വേണ്ടിയിട്ടാണ്? യാഗം ചെയ്യാനും സ്വർഗകാമോ ജേത, യജ്ഞങ്ങളൊക്കെ ചെയ്യൂ സ്വർഗത്തിലെത്താമെന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ്? ത്യാഗം കൊണ്ടാണ് മനുഷ്യന് എല്ലാ ശ്രേയസ്സും ഉണ്ടാവുക. മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുക ത്യാഗം. പക്ഷേ ത്യജിക്കാൻ പറഞ്ഞാൽ ആരും ത്യജിക്കില്ല. ഒക്കെ മമ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കും, കൊടുക്കില്ല. അപ്പം അവരെ എങ്ങനെ കൊടുപ്പിക്കാൻ എങ്ങനെ പറ്റും, ദാനശീലരാക്കാൻ എങ്ങനെ പറ്റും എന്ന് വേദം ചിന്തിച്ചു. വേദമാതാവ് അതിനൊരു ഉദാഹരണം എന്നിട്ട് പറഞ്ഞു, സ്വർഗലോകത്തെ വർണ്ണിച്ചു. അലസന്മാർക്കുള്ളതാണല്ലോ സ്വർഗലോകം, ജോലി എടുക്കണ്ട. കൽപ്പവൃക്ഷമുണ്ട്, കാമധേനുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. കൽപ്പവൃക്ഷത്തിൻ്റെയൊക്കെ താഴെ നിന്ന് പറഞ്ഞാൽ മതി എന്നത് വേണമെന്ന്. അപ്പോഴേക്കും എത്ര പ്രാർത്ഥിച്ച് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് കിട്ടും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കും സ്വർഗത്തിലേക്കൊന്ന് പോകണമെന്നൊരാഗ്രഹം ഉണ്ടാവും. ഇത് വേദം ആദ്യം ചെയ്യും. അത് കഴിയുമ്പോൾ അവിടെ എത്താനെന്താ മാർഗം? യജ്ഞങ്ങൾ ചെയ്യണം എന്ന് പറയും. എത്ര യജ്ഞം വേണം? ചുരുങ്ങിയിട്ടൊരു 100 യജ്ഞമെങ്കിലും വേണമെന്ന് പറയും. ശതകൃതം ആവണമെങ്കിൽ. അവിടെ സ്വർഗത്തിലെത്താൻ അത്രയും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ആ ഇന്ദ്രപദവിയിലിരിക്കുന്ന രാജാവായിട്ട് എല്ലാവർക്കും വലിയ വലിയ സ്ഥാനമാണല്ലോ ആഗ്രഹം. അത് വേണമെന്ന് പറയും. എന്നാൽ 100 യാഗം തയ്ക്കണം, ശതകൃതം ആവണമെന്ന് പറയും. അങ്ങനെ യജ്ഞം ചെയ്തിരുന്നു. യജ്ഞം ചെയ്യണമെങ്കിലോ നാളെ പെട്ടെന്ന് യജ്ഞം തുടങ്ങാൻ പറ്റില്ല. എത്ര മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ പഠിക്കണം, എത്ര വേദമന്ത്രങ്ങൾ പഠിക്കണം. യജ്ഞങ്ങൾ ചെയ്യാനുള്ള ഓരോന്നിലോരോന്നാ, എല്ലാ വേദവും പഠിക്കണം. ദേവതകളെയൊക്കെ യജ്ഞശാലയിലേക്ക് വിളിച്ചു വരുത്താൻ ഋഗ്വേദ മന്ത്രങ്ങൾ, യജ്ഞശാല എങ്ങനെ നിർമ്മിക്കണം, എന്തൊക്കെ വേണമെന്ന് പറയാൻ യജുർവേദം, വരുന്ന ദേവതകളൊക്കെ സ്തുതിക്കണം, അതിന് സാമസ്തുതി സാമവേദം. ഓരോ കർമ്മം ചെയ്താൽ അറിഞ്ഞോ അറിയാതോ തെറ്റുകൾ വന്നിട്ടുണ്ടാവും, അത് തീർക്കാനായിട്ട് പ്രായശ്ചിത്ത കർമ്മങ്ങൾ അഥർവവേദത്തിൽ. ഇതൊക്കെ മനസ്സിലാക്കണം.
ഇതൊക്കെ വേണ്ട പോലെ പഠിക്കണം. പിന്നെ ഒറ്റയ്ക്ക് യജ്ഞം ചെയ്യാൻ പറ്റുമോ? എത്ര ആളുകൾ ഋത്വിക്കുകൾ വേണം? അവരൊക്കെ കൂടി നല്ല ഒത്തൊരുമയോട് കൂടി വേണ്ട പോലെ പഠിച്ച് എല്ലാം പഠിക്കണം. മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കൊക്കെ ധാരാളമായിട്ട് അന്നദാനാദികളും എല്ലാം ചെയ്യണം. ഇതിലെന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ചെറിയ തെറ്റ് മതി, സ്വർഗത്തിന് പകരം നരകമാവുമെന്നും പറയും. അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വേദമൊക്കെ പഠിച്ച് പിന്നെ ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പറയും. പ്രൈഷം എന്ന് പറയും. ഇന്ന കർമ്മം ചെയ്താൽ അതിൻ്റെ ഇന്ന ഫലം ഇന്നതിന് വേണ്ടി ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴേക്കും എന്തായി, കുറേ യജ്ഞങ്ങൾ കഴിയുമ്പോഴേക്കും ആളുകൾക്ക് ധാരാളമായിട്ടെല്ലാം കൊടുക്കാൻ ഒരു മടിയില്ലാതാവും, ത്യാഗിയായിട്ട് തീരും. എന്തെങ്കിലും ഒരു ലോപം വരുത്തിയാൽ സ്വർഗം കിട്ടില്ലാട്ടോ, നരകം എന്ന് പറയും. അപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വന്നവർക്കെല്ലാം അന്നദാനാദികൾ, എല്ലാവരെയും ബഹുമാനിക്കൽ, സജ്ജനങ്ങൾ, സത്സംഗത്തിന് വലിയൊരു സന്ദർഭം. എല്ലാ വേദം അത് സൂക്ഷിക്കാൻ ആളുകൾ വേണം, കർമ്മം ചെയ്യുമ്പോൾ ന്യൂനത വരാതിരിക്കാൻ. ഇവരെല്ലാവരും കൂടി വന്ന് അപ്പം എല്ലാ വേദവും ശാസ്ത്രം പഠിച്ച ആളുകൾ വലിയൊരു സത്സംഗം, ഒരു യജ്ഞം എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ദാനാദികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ വേണം. മാത്രമല്ല യജ്ഞത്തിന് ദീക്ഷ ഭരിച്ച എല്ലാ ഋത്വിക്കുകളും ഒരേ മനസ്സോടുകൂടി വേണം, എന്നാലേ വേണ്ട പോലെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ചില ദിവസങ്ങളൊക്കെ യജ്ഞങ്ങളിലൊക്കെ ഒരു ദിവസം ഉദിക്കുമ്പോൾ മുതൽ ആരംഭിച്ചാൽ പിറ്റേ ദിവസം ഉദയം വരെ ഒരു നിമിഷം ഒഴിവില്ലാണ്ട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അത് ഇടതടവില്ലാതെ കൃത്യമായിട്ട് ചെയ്താലേ പിറ്റേ ദിവസത്തേക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഒരാൾ മാത്രം പോരാ, എല്ലാവരും അതിൽ പങ്കെടുക്കുന്ന എല്ലാ ഋത്വിക്കുകളും ഒരേ മനസ്സോടുകൂടി. അപ്പം എന്തുണ്ടാവും, എല്ലാവർക്കും കൂടി എങ്ങനെയാണോ പരസ്പരം സഹായമായിട്ട് ഒന്ന് സംഗച്ഛധ്വം സംവദദ്ധം എന്നൊക്കെ പറഞ്ഞുതരും. ഒരുമിച്ച് നടക്കും, ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം യജ്ഞങ്ങളെ കൊണ്ട് വശാവും. യജ്ഞങ്ങൾ ചെയ്താൽ ഇങ്ങനൊരു കുറേ യജ്ഞങ്ങൾ കഴിയുമ്പോഴേക്കും എന്താണോ വേദത്തിൻ്റെ ഉദ്ദേശം അതുപോലെ നല്ല ഒരാളായിട്ട് ത്യാഗിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതറിയാത്ത ആളുകളാണ് യജ്ഞത്തിൻ്റെ താല്പര്യം അറിയാത്ത ആളുകൾ. അവരാണ് വെറും സ്വർഗം കിട്ടുന്നൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വർഗമൊന്നും വേണ്ട. ദ്യൗഹുന കാചി അഥവാസ്തി നിരൂഢ എന്നാണ്. സ്വർഗം എന്താണെന്ന് ആരും അതിനൊരു നിർവചനം ചെയ്തിട്ടില്ല. എവിടെ ചെന്നാലാണോ മനസ്സിന് സന്തോഷം അത് തന്നെ സ്വർഗം. ദമയന്തിയുടെ സ്വയംവരം വന്നപ്പോൾ ഇന്ദ്രാദികളെല്ലാം ചോട്ടിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക്. അവർക്ക് അവിടെയല്ല സ്വർഗം, അവർക്ക് ഇവിടെ അസുഖം, അപ്പോൾ ഇവർക്ക് ഇവിടെ സ്വർഗം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എവിടെയാണ് സ്വർഗം എന്താണെന്ന് ഒരു നിർവചനം ഇല്ല എന്നാണ് പറഞ്ഞു തരുന്നത് ആചാര്യന്മാർ. അപ്പം അതുകൊണ്ട് പിന്നെ ക്ഷുദ്രന്തം ശക്രവാടി ദ്രുമം അതൊന്നും അർത്ഥിക്കാതാവും, ഭഗവാനെ തന്നെ മാത്രം ഭരിക്കും. അങ്ങനെ ആൾക്കാരെ വലിയ കർമ്മഠന്മാരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതൊന്നും താല്പര്യം അറിയാത്തവരാണ് അങ്ങനെ അധപ്പതിക്കുന്ന ആളുകൾ. അപ്പം അതുകൊണ്ട് ഇതൊന്നറിയാത്ത ഇവർ യജ്ഞങ്ങളൊക്കെ ചെയ്ത് യജ്ഞം കൊണ്ട് മറ്റേ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഇന്ദ്രൻ അഹങ്കരിച്ചിരിക്കുക. അപ്പോഴാണ് ഉപകാരസ്മരണ ഇല്ലാത്ത ആൾ, അത് കാണിക്കാനാണ് ഇന്ദ്രനെ അവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇങ്ങനെയാണ് അവതരിപ്പിക്കുക. കാരണം നിങ്ങൾ സ്വർഗത്തിലെത്തി അവിടെ സുഖം കിട്ടും ഇതൊന്നും വിചാരിക്കണ്ട. ഇന്ദ്രന് പോലും അധപ്പതനം വരും. എപ്പോഴാണോ ധർമ്മം തെറ്റി നടക്കുന്നത് ആ സമയത്ത് അധപ്പതനം വരുമെന്ന് കാണിക്കുക. അപ്പം ഇന്ദ്രൻ അങ്ങനെ ഇരിക്കുന്നു. ഗുരുനാഥനെ അവമാനിച്ചു, സർവ്വം നഷ്ടപ്പെട്ടു. അസുരന്മാരെല്ലാം വന്ന് പിടിച്ചെടുത്തു. വിശ്വരൂപനെ കൊണ്ടുവന്ന് വിശ്വരൂപൻ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ബൃഹസ്പതിയോട് തുല്യനായിട്ട് കരുതി 2 ഗുരുനാഥന്മാരെയായിട്ട് സ്വീകരിക്കേണ്ടതാ. ഇന്ദ്രൻ വിചാരിക്കാം നമുക്ക് മന്ത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇവനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കണേന്നാ. അങ്ങനെ പോയി ദുഷ്ടചിന്ത. അപ്പോൾ അതിനൊരവസരം പാർത്തിരിക്കുന്ന ഒരു ദിവസം അസുരേഭ്യ സ്വാഹ എന്നും പറഞ്ഞ് ഹവിസ് സമർപ്പിച്ചു. ഈ ഒരു കാരണം പറഞ്ഞ് ഇന്ദ്രൻ കഴുത്ത് വെട്ടുന്നു. വല്ലാതെ വിഷമമായി. തുഷ്ടാവിതറിഞ്ഞു. തൻ്റെ പുത്രൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന ആള് പാദത്തിൽ വീണ് നമസ്കരിച്ച് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ കഴുത്ത് മുറിച്ചല്ലേ. ഇന്ദ്രനെ കൊല്ലാൻ തനിക്ക് ശക്തിയില്ല, അതിന് പറ്റിയൊരു പുത്രൻ വേണം.
എന്ന് പറഞ്ഞ് ഒരു ആഭിചാര ഹോമം നടത്തിയെന്നാണ്. രാത്രി സമയങ്ങളിലാണല്ലോ ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തുക. ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് വലിയ അഗ്നികുണ്ഡത്തിൽ നിന്ന് വലിയൊരു രൂപം പെട്ടെന്നുണ്ടായി. അതാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരനെ കണ്ട് പേടിച്ച് ഇന്ദ്രാദികളൊക്കെ വല്ലാതെ ഭയപ്പെടുന്നു. എന്ത് വേണമെന്നറിയാതെ ഭഗവാനെ വിളിച്ച് കരയാം. ഭഗവാനെ വിളിച്ച് കരഞ്ഞു. ഭഗവാൻ ദർശനം കൊടുത്തു. എന്താ വഴി? ഭഗവാനെ അവനെ നിഗ്രഹിക്കണം. അഥോ ഈശ ജഹി ത്വാഷ്ട്രം. ഇതാ ത്വഷ്ടാവിൻ്റെ ഹോമാഗ്നിയിൽ നിന്നുണ്ടായ പുത്രനാണ്, ആ ഒരു ഭൂതമാണ്, അതിനെ നിഗ്രഹിക്കുമെന്നുള്ളു. ഭഗവാൻ പറഞ്ഞാലുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിഗ്രഹിക്കില്ല, വഴി പറഞ്ഞുതരാം. ദധീചി മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന് യാചിച്ചാൽ അദ്ദേഹം യോഗശക്തി കൊണ്ട് പ്രാണനെ ഭഗവാനിൽ ലയിപ്പിക്കും. അപ്പം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് ആയുധമുണ്ടാക്കി നാരായണ കവചമൊക്കെ ജപിച്ച് അങ്ങനെ അതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഉടനെ പുറപ്പെട്ടോളാൻ പറയും. ദധീചി മഹർഷി അടുക്ക് അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്നു, പ്രാർത്ഥിക്കുന്നു. ദദൗ ദധീചിരസ്ഥീനി എന്നാണ്. കിം അതേയം മഹാത്മനം. ഓരോരുത്തരും ഓരോന്ന് കൊടുക്കുക. കർണനാണെങ്കിൽ കവചകുണ്ഡലങ്ങൾ കൊടുത്തു. ശിബിഹി മാംസം. ശിബി ചക്രവർത്തിയാണെങ്കിൽ തൻ്റെ മാംസം തന്നെ മറ്റൊന്നിന് ജീവിയെ രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് തൻ്റെ ജീവനെ തന്നെ ജീമൂതവാഹനൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരുടെ പേര് പറയുമ്പോഴാണ് ദദൗ ദധീചിരസ്ഥീനി. മഹാത്മാക്കൾക്ക് അന്യർക്ക് വേണ്ടി കൊടുക്കാൻ വയ്യാത്തത് എന്താ ഉള്ളതെന്നാ. കിം അതേയം മഹാത്മനം. കർണസ്ത്വചം ശിബിർ മാംസം കൊടുക്കാണ്. ജീവം ജീമൂതവാഹന ദദൗ ദധീചിരസ്ഥീനി കിമതേയം മഹാത്മനം. വേഗം ചെന്ന് യാചിച്ചോളാൻ പറയും. അങ്ങനെ ചോദിച്ചു. ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തു, എന്നായാലും ഈ ശരീരം എനിക്ക് അപേക്ഷിക്കണം. നിങ്ങൾക്ക് ഇപ്പം തരാണെങ്കിൽ വലിയ ഉപകാരമാവുമെങ്കിൽ എന്നാൽ തന്നേക്കാന്നും പറഞ്ഞ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം അപേക്ഷിച്ചു. അസ്ഥികളെടുത്ത് ആയുധമൊക്കെ ഉണ്ടാക്കി വന്നു. ഇന്ദ്രനായിട്ട് ഭയങ്കരമായ യുദ്ധം. ആ ഇന്ദ്രനും വൃത്രാസുരനായിട്ട് യുദ്ധം. ഇന്ദ്രൻ ഏത് ആയുധം പ്രയോഗിച്ചാലും നിമിഷ നേരം കൊണ്ട് അതൊക്കെ ഇല്ലാതാക്കും. അതൊക്കെ ഇന്ദ്രൻ്റെ ആയുധങ്ങളൊക്കെ വലിയ തീക്കുണ്ടത്തിൻ്റെ അടുക്കലേക്ക് പറന്നു വരുന്ന പാറ്റകളെപ്പോലെ അതൊക്കെ ഇല്ലാതാവണം. ഒടുക്കം പറഞ്ഞു കൊടുത്തു. വൃത്രാസുരൻ്റെ അടികൊണ്ട് ഇന്ദ്രൻ്റെ വജ്രായുധമൊക്കെ താഴെ വീണ് ഐരാവതൊക്കെ മറിഞ്ഞു വീണു. ഈ അടുത്ത നിമിഷം തന്നെ നിഗ്രഹിക്കില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വൃത്രാസുരൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല. എന്നോട് സംഘർഷണമൂർത്തി പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ചെയ്യുകയാണെങ്കിൽ ധർമ്മയുദ്ധം, ധർമ്മം വിട്ട് നടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. ഏതായാലും ഈ യുദ്ധത്തിൽ എനിക്ക് മാത്രം വിജയം. സാധാരണ യുദ്ധത്തിൽ ആർക്ക് ജയം പരാജയം പറയാൻ പറ്റില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ എനിക്ക് മാത്രം ജയം. എന്താ അത്? അങ്ങയുടെ വജ്രായുധം കൊണ്ട് എൻ്റെ കഴുത്ത് മുറിച്ചാൽ എനിക്ക് വലിയ ഭാഗ്യമാണ്, പുണ്യമാണെന്നാണ് വൃത്താസുരൻ പറഞ്ഞത്. എന്താ അത്? ഈ ജീവനാകുന്ന പക്ഷി ഈ ശരീരമാകുന്ന കൂട്ടിൽ കിടക്കുക. കൂട്ടിൽ കിടക്കുന്ന ഒരു പക്ഷിയെ തുറന്നു വിട്ടാൽ അതിന് വലിയ സന്തോഷം. അതുപോലെ ഈ ജീവനാകുന്ന പക്ഷി ശരീരമാകുന്ന പഞ്ചരത്തിൽ ബന്ധിച്ച് കിടക്കുക. അങ്ങൻ്റെ കഴുത്ത് മുറിച്ചാൽ സന്തോഷമായി, എനിക്ക് വേഗം പറന്നു പോകാലോ, ഭഗവാന്റെ പാദത്തിലെത്താലോ. അങ്ങക്ക് അതിന് കഴിവില്ലെങ്കിലോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ശൂലം കൊണ്ട് അങ്ങെ കുത്തിക്കൊന്ന് ഇവിടെ താഴെ ഇടും, മറിച്ചിടും. അപ്പം അങ്ങയുടെ വലിയ ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമായിട്ട് തീരും. അപ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾക്കുള്ള ഭൂതബലി എന്നുള്ള ആ പുണ്യം ചെയ്ത എനിക്ക് കിട്ടും. അങ്ങനെ ഭഗവത്പാദത്തിലെത്താം. എങ്ങനെയായാലും എനിക്ക് തന്നെ വിജയം. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസുപതർഗുണൗസ്തേ ഗൃണീതവാ കർമ്മ കരോതു കായഃ നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാ സമഞ്ജസ ത്വാവിരഹയ്യ കാക്ഷേ. 11-ാമത്തെ അധ്യായത്തിൽ അവസാനം 4 ശ്ലോകം. ഇന്ദ്രൻ ഭയങ്കര മൂർച്ചയേറിയിട്ടുള്ള
വജ്രായുധം കൊണ്ട് കഴുത്ത് മുറിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന അഹം ഹരേന്ന്. അവസാനം കഴുത്ത് മുറിഞ്ഞ് താഴെ വീഴുന്നവരെ ഈ ഇങ്ങനെയുള്ള ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ടുള്ള വലിയ ആ സ്തുതി കേൾക്കാമെന്നാണ്. ഇത് കഴിഞ്ഞ് പിന്നെ വൃത്രാസുരനെ നിഗ്രഹിക്കണം. വൃത്രാസുരൻ്റെ ജീവചൈതന്യം ഭഗവാനിൽ ചെന്ന് ലയിച്ചു. പക്ഷേ ഇന്ദ്രന് പിന്നെയും വല്ലാത്ത വിഷമായി. ഒരു മഹാത്മാവിനെ, ഭക്തനെ, ഭഗവത് സ്തോത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിഗ്രഹിച്ച വരുത്തും. അവിടെ ഇരിക്കാൻ പറ്റാതായി, വല്ലാതെ വിഷമം. എന്തോ ഒരു വലിയൊരു പിശാച് തന്നെ പിടിച്ച് വിഴുങ്ങാൻ പോലെ തോന്നുന്നു. എവിടെ പോയാലും വല്ലാത്ത പേടി. സാവസൽ പുഷ്കരനാളതന്തുൻ. അതാണ് പ്രഭാഷണത്തിന് വിഷയം പറഞ്ഞ് ആ വാക്ക് തന്നെയാണ്. ഇന്ദ്രൻ എന്ത് ചെയ്തു? സ്വർഗമൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ മാനസ സരസിൽ പോയി ഒരു താമരത്തണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന. ദേവി ഭാഗവത്തിലും ഈ കഥയുണ്ട്, വൃത്രാസുരൻ്റെ കഥ. പുരാണമാണോ? വൃത്രാസുര കഥ വേണമെന്നൊരു നിർബന്ധം പോലും. വൃത്രാസുര കഥോപേതം പുരാണം എന്നാണ് വൃത്രാസുരൻ്റെ കഥ വർണ്ണിച്ചിരിക്കുന്ന. വലിയ സന്ദേശം തരുന്ന കഥ അതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ അവിടെ ഇല്ലാണ്ടായി. സ്വർഗം ഭരിക്കാൻ ആളില്ലാണ്ടായി. ഒരാൾ വേണ്ടേ, അവർക്ക് രാജാവ് വേണ്ടേ? ഏറ്റവും യോജിച്ച ഒരാളെ അന്വേഷിച്ചപ്പോഴാണ് നഹുഷൻ, നല്ല യോഗ്യതയുള്ള ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ടുപോയി ആ സ്ഥാനത്തിരുത്തി. അപ്പോഴാണ് നഹുഷൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി, ഇന്ദ്രാണിയെ കാണാനില്ലല്ലോ, ഞാൻ ഇന്ദ്രനല്ലേ, ഇന്ദ്രാണി എവിടെയെന്ന്. ഇന്ദ്രാണി ഇന്ദ്രപത്നിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ദ്രനല്ലേ ഇപ്പോൾ എന്നായി. ആർക്കും ഒന്നും പറയാൻ പറ്റാതായി. ദുഷ്ടന്മാരെ എല്ലാവർക്കും വലിയ ഭയമാവും. അവർക്ക് എന്നെ ചെയ്യാമെന്നൊന്നുമില്ല. അവർക്ക് എന്താ വേണ്ടേ? ബൃഹസ്പതിയൊക്കെ പല ഉപദേശങ്ങൾ കൊടുത്തു. ദേവി ആരാധിച്ചു എന്നാണ് ദേവി ഭാഗവത്തിൽ. ഇന്ദ്രനെ കാണാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തർ ശീലമാണ്. അനേക സൈന്യങ്ങളൊന്നും ഒപ്പം നിന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. അവനവൻ്റെ ശീലമാണ് അവനവൻ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ ശീലം നിന്നെ രക്ഷിക്കും. പിന്നെ അങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെടുക്കെ അങ്ങനെയുള്ള ആളെ വഞ്ചിക്കാം, ദുഷ്ടന്മാരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടെന്നു അതിന് മാർഗവും പറഞ്ഞു കൊടുത്തു. തിരിച്ചു വന്നു. ബൃഹസ്പതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ദ്രനെ എവിടെയെന്ന് അന്വേഷിക്കട്ടെ, കണ്ടില്ലെങ്കിൽ അങ്ങയുടെ കൈക്ക് തന്നെ വരാം, അതിനൊരു അനുവാദം തന്നെ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇന്ദ്രനെ കണ്ടില്ല, അങ്ങയുടെ കൈക്ക് വരാം. അങ്ങ് ഇങ്ങോട്ട് വരണോ, അങ്ങയുടെ കൈക്ക് ഞാൻ അങ്ങോട്ട് വരണോ? ഇന്ദ്രാണി എങ്ങനെ പറയണോ അതുപോലെ ചെയ്യാമെന്നു പറഞ്ഞു. എന്താ എൻ്റെ ആഗ്രഹം, എൻ്റെ അടുക്കലേക്ക് അങ്ങ് വരണം, ഒരു വിശേഷ വാഹനത്തിൽ കയറി വരണം, വിശേഷ വാഹനം വേണം. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ഗരുഡൻ്റെ, അപ്പോൾ ഗരുഡപ്പുറത്ത് കയറി വന്നാൽ പോരാ. സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ മയിലുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വാഹനം. അതൊന്നും പറ, വിശേഷ വാഹനം വേണം. ആരാ വേണ്ടത്? സപ്തർഷികൾ തന്നെയാവട്ടെ വാഹനം എന്ന് പറഞ്ഞു. അവരെ സ്മരിച്ചാൽ തന്നെ നമുക്കെല്ലാ സുഹൃതങ്ങളും ഉണ്ടാവും, എല്ലാ പുണ്യം കിട്ടുന്നതാണ് ഋഷിമാരുടെ സ്മരണം കൊണ്ട്. അങ്ങനെ ഇരിക്കെ അവർ വാഹനമാക്കണം എന്ന് പറഞ്ഞു. ശരി പറയാനാണ് തോന്നിയത്. ഋഷിമാരെ വിളിച്ചു, അഗസ്ത്യാദികളെയൊക്കെ വിളിച്ചു, വാഹനം എടുക്കാൻ വരണം എന്ന് പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ട് ഇരുത്തിയില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ശരിയാവാന്ന് പറഞ്ഞു. അവരൊക്കെ വന്നു. അവരാണ് ഇന്ദ്രനെ എടുത്തുകൊണ്ട് നടക്കാൻ. ഇന്ദ്രാണിയുടെ അന്തഃപുരത്തിലേക്ക് എത്തണം വേഗം നടക്കുക. അഗസ്ത്യന് വേണ്ട പോലെ വേഗം നടക്കാൻ പറ്റണില്ല മറ്റുള്ളവരൊപ്പം. അപ്പോൾ നല്ല കശ കൊണ്ട്, ചാട്ടവാറ് കൊണ്ട് അടിക്കണു. സർപ്പ എന്ന് പറയും. വേഗം നടക്കുന്നതിനർത്ഥം സർപ്പ എന്ന് പറഞ്ഞു. കുറേയൊക്കെ സഹിച്ചു. ആ ചവിട്ടും അടിയും കൂടി കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ പറഞ്ഞു, സർപ്പോ ഭവ, നീ സർപ്പമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു. ഒരു നിമിഷ നേരം കൊണ്ട് വലിയ സർപ്പമായിട്ട് ഇന്ദ്രപദവിയിൽ കിട്ടിയ ആള് സർപ്പമായിട്ട് അവിടെയാണ് താഴെ വീണു. കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു. വനവാസക്കാലത്ത് പാണ്ഡവന്മാരിൽ യുധിഷ്ഠിരനെ കാണും, യുധിഷ്ഠിരൻ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധപ്പതിച്ചു. എന്താ പഠിപ്പിക്കുന്നത്? ധർമ്മോ രക്ഷതി രക്ഷിതാഹ. ധർമ്മത്തെ സംരക്ഷിച്ചാൽ അത് നമ്മളെ സംരക്ഷിക്കും. ധർമ്മം വിട്ട് നടന്നാൽ
ഏത് ഇന്ദ്രനായാലും വേണ്ടില്ല, സ്ഥാനമാനങ്ങളെല്ലാം മനുഷ്യന് നഷ്ടപ്പെടുന്നു കാണിക്കുക. ധർമ്മതത്വമാണല്ലോ പറഞ്ഞു തരണേ, കഥകളിൽ കൂടെ ശാസ്ത്ര ചർച്ചയല്ലേ. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ആൾക്ക് ആ ഗുരുവിനെ വന്ദിക്കേണ്ട മഹത്വം, മഹാത്മാക്കളെ ആദരിക്കേണ്ട മഹത്വം, അവരെ നിന്ദിച്ചാൽ വരുന്ന വിഷമങ്ങൾ, ഇതെല്ലാം ഇതിന്ന് പഠിക്കാം. ഇതൊക്കെ വേദത്തിലും കൂടി വർണ്ണിച്ചിട്ടുള്ള വൃത്രാസുരൻ്റെ അത്ഭുതമായിട്ടുള്ള ചരിത്രം വേദങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം നിസ്സാരമാവില്ല എന്നർത്ഥം. എല്ലാം വേദസാരം തന്നെയാണ്. പക്ഷെ വേദത്തിൽ ചുരുക്കി പറയും, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത് ത്രീണി പദാ വിചക്രമേ വിഷ്ണു. ഇത്രയേ ഉള്ളൂ വാമനാവതാരം. വേദത്തിൽ 10 അക്ഷരം. ത്രീണി പദാ വിചക്രമേ വിഷ്ണു. ആർക്കെങ്കിലും മനസ്സിലാവും? അത്രയും ഈ 10 അക്ഷരം വെച്ചുകൊണ്ട് വാമന കഥ പറയാൻ പറ്റുമോ? വാമന അവതാര ചരിത്രം, വാമനപുരാണം വന്നപ്പോൾ ഭാഗവത്തിൽ ഒരു 9 അധ്യായം കൊണ്ട് വർണ്ണിച്ചപ്പോൾ എല്ലാവർക്കും നല്ലോണം മനസ്സിലാവാറായി ആ കഥ. ഇങ്ങനെയാണ് വേദം. ചുരുക്കത്തിലൊന്ന് പറയും, എന്താണ് വേദത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം എന്ന് ഋഷിമാരതിനെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനത്തോ വിശേഷ പ്രതിപത്തി എന്ന, എന്തൊന്നും വ്യാഖ്യാനിച്ച് കേൾക്കുമ്പോഴാണ് ഇതിന് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. അത് മഹാത്മാക്കൾ കൂടുതൽ അത് വ്യാഖ്യാനിച്ചു തരും. അതാണ് വേദസാരമാണ്. നാരദ മഹർഷി വന്ന് വ്യാസൻ്റെ അടുക്ക പറഞ്ഞുവല്ലോ ആദ്യം തന്നെ, അങ്ങ് എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരം നിർമ്മിച്ച് ഭാഗവതം ഉണ്ടാക്കൂ. ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥങ്ങൾക്കൊന്നും ഭാഗവതം എന്നുള്ള പേര് യോജിക്കില്ല. അഗ്നിപുരാണം, വിഷ്ണുപുരാണം, വായുപുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം എന്ന പേര്. എന്തുകൊണ്ടത്? ഭഗവാനെക്കുറിച്ചോ ഭാഗവതന്മാരെക്കുറിച്ചോ വേണ്ടത്ര അങ്ങ് വർണ്ണിച്ചില്ല. വർണ്ണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ടത്ര വർണ്ണിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ്. അങ്ങ് അത് വർണ്ണിക്കാനായിട്ട് അവതരിച്ച ആളാണ്. സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. അങ്ങ് മനസ്സിനെ ഏകാഗ്രമാക്കി വച്ചിരിക്കൂ. അപ്പം അങ്ങക്ക് ഏതെല്ലാം പുരാണത്തിൽ നിന്ന് എങ്ങനെയാണ് സംഗ്രഹിക്കുക? പുതിയ പുരാണം നിർമ്മിക്കണ്ട. ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥങ്ങളിൽ എവിടെ ഭഗവത് കഥകൾ പറഞ്ഞിട്ടുണ്ടോ അതെങ്ങനെ പറഞ്ഞു കൊടുത്താലാണോ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനഃശാന്തി കിട്ടുക, ഭക്തി ഉണ്ടാവുക, ആ രീതിയിൽ അങ്ങ് വർണ്ണിക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കൂ, എല്ലാം അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആത്മകഥ തന്നെ പറഞ്ഞ് ഉപദേശിച്ചു പോയി. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിയപ്പോൾ ഏതെല്ലാം പുരാണത്തിൽ നിന്ന് എങ്ങനെ സംഗ്രഹിക്കണം, അങ്ങനെയാണ് എല്ലാ പുരാണങ്ങളെയും സർവവേദേതിഹാസാനം സാരം സമുദ്രതം, അങ്ങനെ ഭാഗവതം നിർമ്മിച്ചതെന്നുള്ളു. അപ്പം ധർമ്മ സംഹിതയാണ്. എങ്ങനെയുള്ള ധർമ്മ പ്രോജ്ജിത കൈതവ, കാപട്യമില്ലാത്ത ധർമ്മം. അതായത് ഓരോന്ന് കിട്ടാനും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി 100 ആഗ്രഹങ്ങളുടെ കൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അതൊക്കെ കാപട്യം ഉള്ളതാണ്, കപടധർമ്മങ്ങളാണ്. അതില്ലാതെ ചെയ്യുന്ന ഭഗവാനിനെ സമർപ്പിച്ചുകൊണ്ട് നാരായണയേതി സമർപ്പയാമി, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിഷ്കപടധർമ്മം എന്ന് പറയും. അതാണ് പ്രോജ്ജിതകൈതവോത്ര പരമാഹ, വിശേഷമായിട്ടുള്ള ധർമ്മം ഈ ഭാഗവത്തിൽ എന്ന് പറയാൻ കാരണം. അപ്പം ഇത്രയും വലിയൊരു ഗ്രന്ഥം, ഇത്രയും അർത്ഥപുഷ്ടമായിട്ടുള്ളത്, മനുഷ്യജന്മം കിട്ടിയാൽ അറിയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ഗ്രന്ഥമാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് ഒരു കൃതാർത്ഥത വരിക. കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും വിശേഷമായിട്ടുള്ള ഭാഗവതം ഒരു നിമിഷമെങ്കിലും ഇരുന്ന് കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നും. കേൾക്കുന്നവർക്കെല്ലാവർക്കും നല്ല കൃതാർത്ഥത ഉണ്ടാവും. അത് എത്രയോ പുണ്യം കൊണ്ട്, ജന്മാന്തരേ ഭവേൽ പുണ്യം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയണോ വലിയ ഭാഗ്യമായിട്ട് കരുതാം. വില്വമംഗലത്ത് സ്വാമിയാർ, ആചാര്യസ്വാമികൾ 4 മഠങ്ങൾ ഭാരതത്തിൻ്റെ 4 ഭാഗത്തുമായിട്ട് സ്ഥാപിച്ചു. 4 ശിഷ്യന്മാരും കൂടി തൃശ്ശൂരിൽ 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതിൽ നടുവിൽ മഠം സ്ഥാപിച്ചത് ശൃംഗേരി മഠത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ടുള്ള സുരേശ്വരാചാര്യരാണ്. നടുവിൽ മഠം സ്ഥാപിച്ചു കഴിഞ്ഞത് ആദ്യമായിട്ട് അവിടെ ഒരു സന്യാസി അവരോധിച്ചിരുത്തിയത് പ്രസിദ്ധനായ വില്വമംഗലത്ത് സ്വാമിയാരാണ്. അദ്ദേഹം കാസർഗോട്ട് നിന്ന് അനന്തപുരത്തുനിന്ന് പുറപ്പെട്ട്
ഭഗവാനെ കാണാൻ അനന്തങ്കാട്ടിൽ വരാനല്ലേ പറഞ്ഞത്. അന്വേഷിച്ച് പോവുകയാണ് കാൽനടയായിട്ട്. എവിടെയെല്ലാം പോയോ, ഏത് വഴിക്ക് പോയോ അവിടെ എല്ലാം തന്നെ തൃശ്ശൂർ നടുവൽ മഠത്തിൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളും മഠങ്ങളും ഉണ്ട്. ഇന്നും നടുവൽ മഠത്തിൻ്റെ ക്ഷേത്രങ്ങളാണ്. അത് അനന്തങ്കാട് തിരുവട്ടാറ് വരെ എത്തിയത്, ആദി കേശവൻ്റെ അടുത്ത് വരെ. അങ്ങനെയുള്ള ആ പരമ്പര ആദ്യമായിട്ട് പത്മനാഭസ്വാമിയെ ദർശിച്ചതും ആദ്യമായിട്ട് പൂജ പുഷ്പാഞ്ജലി നടത്തിയതും വില്ലുമംഗലാണ് അനന്തപത്മനാഭസ്വാമിക്ക്. അന്ന് മുതൽ ആ പരമ്പരയിൽപ്പെട്ടവർക്കെല്ലാം അവിടെ പുഷ്പാഞ്ജലി നിത്യമായിട്ട് ചെയ്യാം, അവിടെ ചെയ്യേണ്ടതുണ്ട്. വില്ലുമംഗലം ആ ക്ഷേത്രത്തിൻ്റെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ആ മഠം, വില്ലുമംഗലത്തിൻ്റെ സ്വാമിയാർ മഠം. അവിടെ ഉപാസിച്ചിരുന്ന് അവസാനം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ സമാധിയായി. ആ സമാധി ഇന്നും ക്ഷേത്രമായിട്ട്, വില്ലുമംഗലം ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിട്ട് ഇന്നും പ്രസിദ്ധമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾ പത്മനാഭസ്വാമിയെ ദർശിക്കുമ്പോൾ അതിൻ്റെ മൂലമായിട്ടുള്ള വില്ലുമംഗലത്തിൻ്റെ മഠവും മഠമൊക്കെ കാണാൻ നല്ലതാണ്. എത്രയോ ആൾക്കാർ അവിടെ വരുന്നു. എത്രയോ പുണ്യഭൂമി, അദ്ദേഹത്തിൻ്റെ തപോഭൂമിയാണ്. അത് ഇന്നും അവിടെയുണ്ട്. അപ്പോൾ ആ ഗുരു പരമ്പരയിൽ ചേരാനും ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്യാനും കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് പല പുണ്യക്ഷേത്രങ്ങളിലും വരാനായിട്ട് കഴിയണം. എത്രയോ ചിരപുരാതനമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം. വിഗ്രഹങ്ങളുടെയൊക്കെ കാലപ്പഴക്കം കൊണ്ട് വളരെ തേഞ്ഞൊക്കെ അങ്ങനെ ആയപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ആ ഗോളക പോലെ നിർമ്മിച്ചങ്ങ് ഉപാസിക്കാൻ വലിയ സൗകര്യം. അപ്പം അത്രയും പഴക്കമുള്ളതാണ്. പഴയ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? വലിയ തപസ്സുള്ള ആളുകൾ അവിടെ പ്രതിഷ്ഠ നടത്തിയേക്കണേ. അപ്പോൾ അതിന് വലിയ ശക്തിയാണത്. ആ വിഗ്രഹം മാറാനൊന്നും പറ്റില്ല. എന്ത് കേട് വന്നാലും അത് സൂക്ഷിക്കുക മാത്രം. അതുപോലെ തപശക്തിയുള്ള ആളൊന്നും ഉണ്ടാവില്ല അധികമൊന്നും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പുണ്യക്ഷേത്രത്തിൻ്റെ സങ്കേതം. എന്തെങ്കിലും ഒരു സൽക്കർമ്മം, ചെറുതായിട്ടുള്ള ഒരു സൽക്കർമ്മം പോലും നടക്കണമെങ്കിൽ അവിടെ ഒരു ഈശ്വര ചൈതന്യം വേണം, ഭഗവാന്റെ അനുഗ്രഹം വേണം. അപ്പം ഇങ്ങനെ 25ാമത്തെ സപ്താഹമാണിത്. അത് സത്രമായിട്ട് നടത്തുക. എത്രയോ ആൾക്കാർക്ക് ഇവിടെ വന്ന് പങ്കെടുക്കാൻ കഴിയണം, നിസ്സാരമല്ല. എത്രയും നല്ല കാര്യങ്ങൾ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നോ ഭഗവാൻ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമുക്ക് സാധിപ്പിച്ചു തരുന്ന എത്ര ഉദാഹരണങ്ങൾ ഭാഗവത്തിൽ